وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالثَّمَرَاتِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ അതേപോലെ വൽഅൻഫുസി ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കാം. മൂന്ന് മക്കളുടെ ഭർത്താവാണ്. മൂത്ത കുട്ടിയുടെ പ്രായം 8 ആണ്. രണ്ടാമത്തെ കുട്ടിയുടെ പ്രായം 6 ആണ്. മൂന്നാമത്തെ കുട്ടി ജനിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴാ ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. 6 മാസം മൂന്നാമത്തെ മകനായപ്പോഴാണ് ഉസ്താദേ എന്റെ ഭർത്താവ് മരിച്ചുപോയത്. പിന്നെ ജീവിതത്തിൽ ഞാനൊരു സുഖവും അനുഭവിച്ചിട്ടില്ല. പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നത് നിങ്ങളുടെ 28ാമത്തെ വയസ്സിലല്ലേ? എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം അന്ന് 18 ആണ്. ഇന്നാ ശദ്ദന്നാസി ബലാ അൽ-അംബിയാ, ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നവർ പ്രവാചകന്മാരാ. പിന്നീട് അവരോട് അടുത്തവരാ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഉമ്മ, 3 മക്കളെ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നില്ലേ എന്റെ 3 മക്കളും യതീമാണ് എന്ന്? എന്നാ നിങ്ങളുടെ 6 മാസം പ്രായമായ കുട്ടിക്ക് പോലും ഒരു 2 ചുംബനമെങ്കിലും പിതാവിന്റേത് ലഭിച്ചിട്ടില്ലേ? എന്നാൽ വാപ്പയെ തീരെ കണ്ടിട്ടില്ലാത്ത നബിയാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വാപ്പയുടെ ഖബറിന്റെ അടുത്ത് ചെന്ന് അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി കരഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് വാപ്പയുടെ സ്നേഹം എന്തെന്നറിയാത്ത നബിയാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ നിരാശരാകുന്നത്? നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? എന്റെ പെങ്ങളെ, എന്റെ സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന്. 3 മക്കളുടെ 3 യതീമായ മക്കളെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താ? ഒരു യതീമിനെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? 2 യതീമുകളെ വളർത്താനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? പെങ്ങളെ, നിങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, നാളെ സ്വർഗ്ഗത്തിന്റെ ചാവി കൊണ്ടുവന്ന് സ്വർഗ്ഗം തുറക്കാൻ ഞാൻ ഒരുങ്ങുമ്പോ മുഹമ്മദ്, സ്വർഗ്ഗത്തിന്റെ താക്കോൽ മുഹമ്മദിന്റെ കയ്യിലാണ്. സ്വർഗ്ഗത്തിന്റെ ചാവി കൊണ്ടുവന്ന് സ്വർഗ്ഗം തുറക്കാൻ ഒരുങ്ങുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, കവിൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്. ശരീരമെല്ലാം വിളറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് വന്ന് എന്നെ തിക്കിത്തിരക്കി എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ആ പെണ്ണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആരാണ് ആ പെണ്ണെന്ന്. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയാ, 2-3 യതീമുകളെ ഭർത്താവ് തനിക്ക് വിട്ടേച്ചു കൊടുത്തുകൊണ്ട് ഭർത്താവ് നേരത്തെ യാത്രയായതാ. പൊന്നു യതീമുകളെ കാര്യം വിചാരിച്ച് തന്റെ ഭർത്താവ് മരിച്ചുപോയി 2 മക്കളെ തനിക്ക് വേണ്ടി വിട്ടേച്ചു തന്ന്, അല്ലെങ്കിൽ 3 മക്കളെ വിട്ടേച്ചു തന്ന്. കുഞ്ഞു പ്രായമാ, യതീമാണ് പൊന്നുമക്കൾ. ആ അവസ്ഥയിലാ ഭർത്താവ് മരിച്ചുപോയത്. ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ മക്കൾക്ക് നഷ്ടം ആ മക്കൾ പാഴായി പോകുമെന്ന് കരുതി വേറെ ഒരു കല്യാണം ചെയ്യാതെ, വേറെ ഒരു ഹറാമും ചെയ്യാതെ അല്ലാഹുവിനെ പേടിച്ച് ഈ മക്കളെ പോറ്റി വളർത്തിയ പെണ്ണാ, കഷ്ടപ്പെട്ട് വളർത്തിയ പെണ്ണാ.
കട്ടപ്പാട് കൊണ്ടാ മുഖം ചുളിഞ്ഞു പോയത്, കവളകം ഒട്ടിപ്പോയത്. സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു. സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ശരീരമാകെ വളറിയിട്ടുണ്ട്. ഈ 3 മക്കളെ വിചാരിച്ചില്ലെങ്കിൽ 2 മക്കളെ വിചാരിച്ച് കുടുംബജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച പെണ്ണാ, ഹറാമ് ചെയ്യാതെ ജീവിച്ച പെണ്ണാ. ആ പെണ്ണ് എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടുവന്ന ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ. പിന്നെന്തിനാ അമ്മ നിങ്ങൾ ഇങ്ങനെ പറയണേ? ഞാൻ ജീവിതത്തിൽ ഒരു സുഖം കിട്ടാത്ത പെണ്ണാണ്, എനിക്കല്ലാ ഒരു സുഖം തന്നിട്ടില്ല. എന്തിനാ നിങ്ങൾ പറയണത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വന്തം വാപ്പയെ കണ്ടിട്ടില്ലാത്ത മോനാ. ആ മോനെ അല്ലാഹു ചെയ്തു കൊടുത്ത യതീം എന്ന പദവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? അലം നജിദ്ക യതീമാ ഫആവാ വവജദക അല്ലാഹു ഫഹദാ. ആ പദവിയെ കുറിച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, നബിയേ അങ്ങയെ നാം യതീമായി എത്തിച്ചില്ലയോ യാ റസൂലല്ലാഹ് എന്നാണ്. യതീം ഏറ്റവും അലങ്കൃതമായ പദവിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പിന്നെ എന്തിനാ നിങ്ങൾ ആ കാര്യത്തിൽ ഇങ്ങനെ അശ്രദ്ധയായി കഴിഞ്ഞുകൂടുന്നത്? എന്റെ പെങ്ങളെ ആലോചിക്കണേ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞത്, ശരീരങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കാമെന്നാണ്. ചിലപ്പോ വാപ്പയെ മരിപ്പിച്ചാകാം, ഉമ്മയെ മരിപ്പിച്ചാകാം, ഭർത്താവിനെ മരിപ്പിച്ചാകാം, ഭാര്യയെ മരിപ്പിച്ചാകാം, അല്ലെങ്കിലോ പിഞ്ചു പൈതങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടാകാം. മെരിഞ്ഞാതെറ്റാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് അതിന്റെ പോയപ്പോഴാ എടുത്തു വന്നത് ദുആ ചെയ്യണേ എന്ന്. 2 മക്കൾ എനിക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നു. 2 മക്കളും എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി. 3ാമത് ഞാൻ ഗർഭിണിയാണ്. അതേ വല്ലാത്ത വിഷമത്തിലാ. ദുആ ചെയ്യണേ, 3ാമത്തെ കുട്ടിയെങ്കിലും എനിക്ക് കിട്ടാൻ. പെങ്ങളെ കേൾക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കുട്ടികളുടെ മയ്യിത്തല്ലേ നിങ്ങൾ കാണേണ്ടി വന്നത്. എന്നാൽ തനിക്ക് ജനിച്ച 7 മക്കളിൽ 6 മക്കളും അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കെ അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞ് പരീക്ഷിച്ചതാ നമ്മുടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മക്കളും കൺമുമ്പിലേ മരിച്ചു. അതിൽ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാതാകുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് പോയ സമയത്ത്, ബദർ യുദ്ധത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പോകുമ്പോൾ റുഖയ്യ ബീവി രോഗിയ. അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങൾ മകളെ ശുശ്രൂഷിക്കാൻ നിന്നോളൂ, ഭാര്യയെ ശുശ്രൂഷിക്കാൻ നിന്നോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ കാരണം റുഖയ്യ ബീവിയെ സംരക്ഷിക്കാൻ വീട്ടിനകത്ത് കഴിഞ്ഞുകൂടി. എന്നാൽ ബദർ യുദ്ധം കഴിഞ്ഞ് ബദറിൽ ജയിച്ച സന്തോഷത്തോടെ സ്വഹാബികൾ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. മദീനയിലേക്ക് തിരിച്ചു വരുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ തേടിയെത്തിയ വാർത്ത എന്താ? റുഖയ്യ ബീവി വഫാത്തായിരിക്കുന്നു എന്നാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് സന്തോഷത്തോടെ മദീനയിലേക്ക് വരാൻ സ്വഹാബികൾ വല്ലാത്ത സന്തോഷത്തില്. 900ഓളം വരുന്ന ശത്രുക്കൾ തങ്ങളെ നശിപ്പിക്കാൻ വന്നതാ. എന്നാൽ അവർ പരാജയം ഏറ്റുവാങ്ങി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാ. ആ സന്തോഷവുമായി മദീനയിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ തേടിയെത്തിയത് റുഖയ്യ ബീവി വഫാത്തായിരിക്കുന്നു എന്നാണ്. ചില ആളുകൾ പറയാറുണ്ടല്ലോ, വീടൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൂടാൻ ഒരുങ്ങുമ്പോഴാസ്താദേ പണിയൊക്കെ കഴിഞ്ഞിട്ടാ എന്റെ പുതിയാപ്പള മരിച്ചു പോയത്. ആ വീട്ടിൽ കൂടാൻ എന്റെ മോനുണ്ടായില്ല, എന്റെ മോനെ അല്ലാഹു തിരിച്ചു വിളിച്ചു. പെങ്ങളെ നിങ്ങൾ ആലോചിക്ക്. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വീട്ടിൽ വന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ റുഖയ്യ മോളുടെ വിവരം എന്താണ്? ആയിഷ ബീവി പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ് റുഖയ്യ മോൾ വഫാത്തായില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, റുഖയ്യ മോൾ എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബേ ഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ജന്നത്തുൽ ബഖയിലേക്ക് ചെന്ന് നോക്കുമ്പോ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് മൂടുകല്ലിങ്ങനെ എടുത്തു വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞു ചുറ്റുഭാഗത്തും
നിൽക്കുന്ന സ്വഹാബികൾ മണ്ണിങ്ങനെ വാരി ഇടുകയാ. അള്ളാന്റെ ഹബീബിന് റുഖിയ്യ മോരുടെ മുഖം കാണാൻ പോലുമുള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. മരിച്ചു കിടന്നിട്ട് മുഖം കാണാൻ, അവസാനമായൊരു മുഖമൊന്നൊരു നോക്കു കാണാൻ ഉള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ വാപ്പ മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് നാട്ടിലൊന്ന് ഞാൻ പോയി വരട്ടെ എന്ന് ചോദിച്ചിട്ട് കഫീല് പറഞ്ഞയച്ചില്ല. നീ എന്തിനാ വേദനിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന് തന്റെ പൊന്നമോരുടെ മുഖമൊന്ന് കാണാനുള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ വസ്സമറാത്ത്. ഫലങ്ങളും കുറച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കാമെന്ന്. വിളവുകൾ കുറഞ്ഞു പോവുക, കൃഷികൾ നശിച്ചു പോവുക, പഴയ കാലത്ത് തേങ്ങ കിട്ടിയ പോലെ തേങ്ങ കിട്ടാതിരിക്കുക, വിളവുകൾ കുറഞ്ഞു പോവുക അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. ഇങ്ങനെ ഏത് രീതിയിലുള്ള പരീക്ഷണം വന്നാലും അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, നബിയേ, ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കുന്നവർക്കാണ് അല്ലാഹു സന്തോഷം അറിയിക്കുന്നത് എന്ന് പറയണോ. ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കണം. അതൊക്കെ എൻ്റെ അള്ളാന്റെ ഭാഗത്തു നിന്നാണ്. സാരല്ല, അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറയാം. വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമിക്കുക. ചില ആൾക്കാരുണ്ട് മരിച്ച നെഞ്ഞത്തടിക്കുക, തലട്ടടിക്കുക, തല്ല, കുഴപ്പാക്കുക, പിന്നെ അങ്ങനെ അന്തം കമ്മിയായിട്ടിരിക്കുക, മാനസിക എന്ന് പറയാ. എന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹു തന്ന പരീക്ഷണമാണെന്ന് ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറായില്ല. ക്ഷമിക്കണം എന്ന്. വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമയുടെ കൂലി എന്താ പറയാനുള്ള സമയമില്ലല്ലോ. ലോകത്ത് ഏറ്റവും വലിയ കൂലിയുള്ള അമൽ ക്ഷമയാണ്. നിസ്കാരത്തെക്കാളും വലിയ കൂലിയാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരോട് ഒപ്പമാണ് എന്ന് ഖുർആൻ. ക്ഷമിക്കുന്നവർ രണ്ടാളും കൂടി കച്ചറ കൂടിയാണ്. ഒരാൾ വേറൊരുത്തരങ്ങനെ നല്ലോണം ചീത്തറുണ്ട്, മറ്റോ മുണ്ടാതൊക്കെ ഉണ്ട്. ആരെ കൂടെ? അല്ലാഹ്. രണ്ടാളും കൂടി ആ മുണ്ടാതെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. ആൾക്കാരുടെ കൂടെ ഉണ്ടാകുക ചീത്താറിന് ആൾക്കാർ പറയാം, അവനെ ഉഷാറ്, അവൻ വർത്താനം പറഞ്ഞിട്ടില്ല, മറ്റങ്ങനെ അങ്ങനെ വരും മുണ്ടാതിക്കുക, അവൻ്റെ അടുത്തായി തെറ്റ് എന്നൊക്കെ ആൾക്കാർ പറയും. അല്ലാഹു ക്ഷമിക്കുന്നവന്റെ കൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടായി. ഭാര്യ നല്ല ചീത്തറുണ്ട്, മൂപ്പര് മുണ്ടാതെ അങ്ങനെ കുത്തിക്കലുണ്ട് അല്ലേ. കുടുംബത്തിൽ ഉമ്മ കണ്ടു. ആരെ? പുതിയാപ്പളുടെ ഉമ്മ കണ്ട എന്താ പറയാ? അവന്റെ പോട്ട, മണുങ്ങേ, മങ്കൂസേ, എന്താ പറയല്? മങ്കൂസാന്നൊക്കെ പറയും. എന്നാ ആ ഭർത്താവിന്റെ കൂടെയാണ് അല്ലാഹു. ഇതെല്ലായിടത്തും ബാധക. ആ ഭർത്താവിന്റെ കൂടെ അല്ലാഹു. ഓനൊരു പെങ്കൂസനാ, ഓനൊന്നും മുണ്ടാതിരിക്കണ്ടില്ലേ? അങ്ങനല്ല. ക്ഷമിക്കുന്നവൻ ആരാ? അവന്റെ കൂടെ അല്ലാഹു. ഒരു ഭർത്താവ് ദുസ്വഭാവിയാണ്, ഭാര്യയെ വല്ലാതെ വഴക്ക് പറയുന്നു, അടിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഈ പെണ്ണ് സാധു, ഒന്നും കൊണ്ടൂല. എന്നാ ഈ പെണ്ണിന്റെ കൂടെയാണ് അല്ലാഹു. ശരിയല്ലേ? ചില ആൾക്കാരെ കയ്യിനേക്കാളും വലിയ നീളാണ് ചില പെണ്ണുങ്ങളെ നാവിന്. അങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നോ? ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ നീളാന്നാവല. പിന്നെ വേറെ ചില പെണ്ണുങ്ങൾ എത്രയാലും സ്വന്തം പുതിയാപ്പിളാരെ അംഗീകരിക്കാന്നുള്ള ഉൾക്കാണ്ടാനും അങ്ങണ്ട്. പിന്നെ ചില ആണുങ്ങളുണ്ട്, ഓലെ വിചാരം എന്താ? അതെ, എന്നെ ഓക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, എന്നെ എന്താ മനസ്സിലാണ്ടേ? ഞാൻ വലിയ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അല്ലേ ഇവിടുത്തെ, എന്നാ ഓള് മനസ്സിലാക്കണ്ടേ? ഓള് മനസ്സിലാക്കൂല. ഓള് മനസ്സിലാക്കിയ ഓളെ ഭർത്താവാണ്, അതാണല്ലോ മനസ്സിലാക്കുക. ഭാര്യ എപ്പോഴും നമ്മളെ കുറിച്ച് മനസ്സിലാക്കൽ അങ്ങനെ. ചിലരൊക്കെ പറയില്ല, ഓൾ എന്നെ മനസ്സിലാക്കില്ല, ഓൾ എത്രയോ പ്രശ്നങ്ങൾ വരല്ലേ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതമായിട്ട്. എപ്പോഴും പറയാം, ഓൾ എന്നെ മനസ്സിലാക്കില്ല ഉസ്താദേ. എന്നാ നേരെ തിരിച്ചാ ചെയ്യേണ്ടത്. പെണ്ണിനെ അങ്ങനെ ചെയ്യുന്നത്. പെണ്ണിനെ ആണ് മനസ്സിലാക്കി ചെയ്യേണ്ടത്. പെണ്ണെപ്പോഴും ആണങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുന്നൊന്നുമില്ല.
അങ്ങനെ പണ്ടൊരു വലിയ ഭയങ്കര ഇയാൾ ഭയങ്കര കറാമത്തൊക്കെ കാണിക്കണം. ഇങ്ങനെ പറക്കൊക്കെ ചെയ്യും, അന്തരീക്ഷത്തിലുള്ള പറക്കൊക്കെ ചെയ്യും. ആൾക്കാരൊക്കെ പറയും എൻ്റെ ഭർത്താവ് ഭയങ്കര വലിയാണ്, ഭയങ്കര കറാമത്തൊക്കെ കാണിക്കണാണ്. അപ്പൊ 36 പറയും മൂപ്പരല്ലേ അറിയാലോ, അങ്ങനെ പറയാം. മൂപ്പരോ അറിയാലോ, അല്ലടി നിങ്ങൾ പറഞ്ഞ സത്യം എന്നൊക്കെ. ഇയാളിത് കേട്ടപ്പോൾ ഇവിടെ അംഗീകരിക്കില്ല എന്ന് തോന്നി. ഇയാൾക്കൊന്ന് തോന്നി അവൻ ഓൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഓളൊരു ദിവസം മുറ്റങ്ങനെ അടിക്കുന്ന സമയത്ത് മൂപ്പര ഓള ആ പരിസരത്ത് നിന്ന് ഒരൊറ്റ പറക്കൽ പറഞ്ഞിട്ട് പെട്ടെന്ന് അവളിങ്ങനെ ശ്രദ്ധിക്കണം. ഇവള് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പറക്കണം ആകാശത്തിലൂടെ. ഇവളിങ്ങനെ അടിച്ചു വാരുന്ന ചൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി അവസാനം ചൂലൊക്കെ കൈമന്ന് വീണുപോയി. ചില ആൾക്കാരങ്ങനെ, ചില പെണ്ണുങ്ങളെ ചൂലൊക്കെ കൈമന്ന് വീണു എന്ന് മനസ്സിലായി. എവിടുന്ന് നമ്മൾ ഈ മൂർക്കം പറമ്പെന്ന് ഫ്ലൈറ്റ് പോയപ്പോൾ ഇപ്പോഴും ഉണ്ട് ചില മനുഷ്യന്മാരെ ഫ്ലൈറ്റൊക്കെ കാണാത്ത മരുവരും ഇങ്ങനെ നോക്കണം. ഈയിടെ ഞാനൊരു സ്ഥലത്ത് വേല പറയാൻ പോയപ്പോൾ ഒരു ഒച്ചട്ടപ്പുണ്ട്, എല്ലാവരും കൂടി മേപ്പോട്ട് നോക്കണം. തീരെ ഫ്ലൈറ്റൊക്കെ കാണാത്ത മാതിരി അങ്ങനെ ഉണ്ട്. നമ്മളെ ഡ്രൈവർ ഉണ്ട് ഹുസൈൻ കാക്ക, മൂപ്പരാ കൂട്ടത്തിൽ കണ്ണൂർ എയർപോർട്ടിന്റെ മഹത്വമൊക്കെ ഇങ്ങനെ പറയും. മൂപ്പര് ലോകത്ത് വേറെ എയർപോർട്ടൊക്കെ ഇല്ലാത്ത മാതിരി വർത്തനം ഒക്കെ നല്ലതാണ്. അൽഹംദുലില്ലാ. കണ്ണൂരാകുമ്പോ ഇൻകോ അതിലെ അഭിമാനം സന്തോഷിക്കുകയൊക്കെ ചെയ്യാലോ. ജന്മം കൊണ്ട് മലപ്പുറക്കാരനാണെങ്കിലും ഒരുപാട് കാലമായിട്ടില്ല കണ്ണൂർ, 10-18 കൊല്ലായി. നിങ്ങളെ കുറ്റം പറയാനൊന്നും തോന്നണ്ട. ഈ പെണ്ണിങ്ങനെ ചൂലൊക്കെ കയ്യിൽ നിന്ന് വീണു. ഇയാൾ ഇങ്ങനെ പറക്കണം, ഇങ്ങനെ നോക്കി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മറന്നുപോയി. ഈ പെണ്ണുങ്ങൾ ചൂലെടുത്ത് രണ്ടാമത് ഇങ്ങനെ അടിക്കുമ്പോൾ പറക്കണ മനുഷ്യനോ, അങ്ങനൊക്കെ മനുഷ്യന്മാരുണ്ട്, ഇങ്ങനത്തെ കറാമത്തൊക്കെ കാണിക്കും ആൾക്കാർ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ പോണ സമയത്ത് മൂപ്പര് ഇങ്ങനെ ബാക്കിൽ വന്ന് ഇങ്ങനെ ഇതെന്തായി പറയണെന്ന് ചോദിച്ചു. മൂപ്പര് ബാക്കിൽ വന്നിട്ടേ മൂപ്പര് പറന്ന് വന്ന് അന്ന് ബാക്കിൽ എന്താ ഈ പറയണെന്ന് വെച്ചു. അല്ല ഞാനൊരു അത്ഭുതം കണ്ടത്. എന്താ കണ്ടതെന്ന് വെച്ചു. ഒരു മനുഷ്യൻ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കണ കണ്ടത്. ഞാൻ പല കറാമത്തും കേട്ടിട്ടുണ്ട്, പറക്കാന്നുള്ള കറാമത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണാം. വല്ലാത്തൊരു വലിയ തന്നെ ഔലി തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു ആരാണാ പറഞ്ഞത് നമുക്ക് മനസ്സിലായെന്ന് വെച്ചു. ഇല്ലാന്ന്, ഞാനാണാ പറഞ്ഞത്. നിങ്ങളാ പറഞ്ഞേ? അതന്നെയാണ് ആ പറക്കണ സമയത്ത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞത്. അപ്പൊ പുതിയ അപ്പളയാണ് കണ്ടപ്പോ ഓളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ക്ഷമിക്കുന്നവർക്ക് കൂലിയുണ്ട് എന്നറിയിക്കണം യാ റസൂലല്ലാഹ്. ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ടെന്ന് അറിയിക്കണം നബിയേ. എങ്ങനെ ക്ഷമിക്കണ്ടേ പ്രയാസം വരുമ്പോ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, വല്ല പ്രയാസവും പരീക്ഷണവും അവർക്ക് വന്നാൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരീക്ഷണങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആളുകളാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം റഹ്മ എന്നാണ് ഇതിന്റെ അർത്ഥം. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഏത് പരീക്ഷണം വരുമ്പോഴും അങ്ങനെ പറയുന്ന ആളുകൾ, ഇതൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം റഹ്മ, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം ലഭിക്കുമെന്ന് അല്ലാഹു വറഹ്മ, കാരുണ്യവും ലഭിക്കുമെന്ന് അല്ലാഹു. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സമാധാനം കിട്ടുമെന്ന്. മഹാനായ, ഞാൻ അവസാനിപ്പിച്ചോട്ടെ. സമസ്ത കേരള ജമീഅത്തുൽ ഉലമായുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദായിരുന്ന മഹാനായ സി.എച്ച്. ഹൈദറോസ് മുസ്ലിയാർ നമ്പറല്ലാഹു മർഖദ, മഹാനായ സി.എച്ച്. ഹൈദറോസ് മുസ്ലിയാർ നമ്പറല്ലാഹു മർഖദ ഉസ്താദ് അവർകളുടെ 30 കൊല്ലം മുമ്പ് ഉസ്താദ് അവർകളുടെ 4000 ഉറുപ്പിക കളഞ്ഞുപോയി. ഹനീഫ് ക 30 കൊല്ലം മുമ്പ് 4000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ മൂല്യത്തിൽ ഉണ്ടാവും. 30 കൊല്ലം മുമ്പ് 4000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പൊ 40,000 ഉറുപ്പിന്റെ വാല്യൂ എന്തായാലും ഉണ്ടാവില്ല. ഇപ്പൊ 40,000 ഉറുപ്പിക ഒരാളെ കളഞ്ഞു പോയത് ആലോചിച്ചു. ഉസ്താദിന്റെ പൈസ പോയി. ഇപ്പൊ ഞങ്ങളോട് കുട്ടികളോട് പറഞ്ഞു എന്റെ പൈസ കാണില്ലല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ആടിമടിയൊക്കെ തരാൻ തുടങ്ങി, കണ്ടില്ല. പിന്നെ ഉസ്താദിനോട് ഉസ്താദ് ഏത് ബസ്സിലാ പോകുന്നത്, ബസ് എന്നിട്ട് പോക്കടിച്ചു ചോദിച്ചോ, ബസ്സിലിട്ട് കൊഴിഞ്ഞു പോയി നമുക്ക് ചോദിച്ചു നോക്കാൻ തന്നെ പറഞ്ഞു. അത് ഞാൻ അന്വേഷിക്കൊന്നും ചെയ്യണ്ട, ഞാൻ എടുത്തോന് സ്വതക്കയായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയും,
അത് ഞാനാണെങ്കിലും അരിയും വെളിച്ചെണ്ണ ഗോതമ്പ് പപ്പടമൊക്കെ വാങ്ങാൻ ചെയ്യാം. എടുത്തോന് പോന്റെ വീട്ടിൽ അരിയും വെളിച്ചെണ്ണയും പപ്പടമൊക്കെ വാങ്ങല്ലേ ചെയ്യാം. അപ്പൊ ഓന് സ്വതക്കയായി കൊടുക്കാം. ഇനിയിപ്പോ ഓനെ അത് എടുത്തു പോയതിന്റെ പേരിൽ അള്ളാന്റെ അടുത്ത് പോയി അയാൾ അയിമേൽ കുടുങ്ങി പോണ്ട. അയാൾ നിന്റെ ഒരു 4000 റുപ്യ കൊണ്ട് പഠിച്ചോന്റെ അടുത്ത് കുടുങ്ങേണ്ട അവസ്ഥ വേണ്ട. ഞാൻ അയാൾക്കത് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മനസ്സിന് എന്താ തോന്നാ? അപ്പൊ മനസ്സിന് എന്ത് തോന്നും? സന്തോഷം. എന്നാ ഒരാള് 4000 റുപ്യ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഇയാള് 3 പെറ്റുമ്മാന്റെ മക്കാമിലേക്ക് നേർച്ചാക്കി 500 റുപ്യ എടുത്തോന്റെ കൈ പുയ്യി വെച്ചിട്ട് എന്റെ മുമ്പിൽ ഒന്ന് കാണണം. പിന്നെ ഓന്റെ അവസ്ഥ എന്താവും? എപ്പോഴും അടങ്ങാറ്, പറച്ചോൻ എന്റെ 4000 പോയി. പിന്നെ വരുന്ന ആൾക്കാരെ കയ്യുമൊക്കെ നോക്ക്, എന്താ ഓന്റെ കൈ പുയ്യി വെച്ചു. അസ്വസ്ഥനാണ് ഞാൻ. മഥലൻ ഒരു ഉദാഹരണം പറഞ്ഞ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المفلحون. അവർക്കാണ് സഹായം, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സമാധാനം, അവരാണ് വിജയികൾ. ഏത് പരീക്ഷണം, പല കോലത്തിലും പരീക്ഷണമുള്ള ഈ സദസ്സിലുണ്ടാവും. ഒരു കോലത്തിൽ അല്ലെങ്കിൽ വേറെ കോലത്തിലും അവരെന്നു മുതൽ മനസ്സിലാക്കേണ്ടതാണ് അഖണ്ഡ റബ്ബിന്റെ ഭാഗത്തുനിന്ന്.